ഞാൻ ഇന്ന് ഒരു സിനിമ കണ്ടായിരുന്നു. മോഹൻലാൽ ശോഭന ഐക്കോണിക് കോംബോ. കുറേ വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച തുടരും എന്നാണ് ആ സിനിമയുടെ ടൈറ്റിൽ. അപ്പോൾ ഞാൻ എല്ലാ തവണയും ചെയ്യുന്നത് പോലൊരു റിവ്യൂ പോസ്റ്റ് ചെയ്യണമെന്ന്, ആക്ച്വലി നമ്മൾ കുറേ തവണ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു റിവ്യൂ എഴുതണമെന്ന് ഓട്ടോമാറ്റിക്കലി തോന്നും. അപ്പം അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്തോ ഇത്തവണ മടി കൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു, ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ ഈ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ടോട്ടലി ഭയങ്കര ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു രീതിയിലോട്ട് പോയി. കാരണം മറ്റൊന്നുമല്ല, ഈ സിനിമ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഫിലിമായിട്ടാണ് ഞാൻ സമീപിച്ചത്. പക്ഷേ അങ്ങനെ ഒരു ഇതല്ല എനിക്ക് കിട്ടിയത്. എന്നാലും പല സിനിമകളുടെയും നമ്മൾ കണ്ടു മറന്നിട്ടുള്ള മോഹൻലാലിൻ്റെ തന്നെ പല സിനിമകളുടെയും ഒരു മിക്സാണ് ഈ സിനിമ. അപ്പം അതുപോലെ തന്നെ ഇതിനകത്തിലെ പാട്ടുകളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത്. പാട്ടുകളും അതിൻ്റെ കളറിങ് ആണെങ്കിലും, പിന്നെ മോഹൻലാലിൻ്റെ പെർഫോമൻസ്, ഇതിനകത്തിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, പുള്ളിക്കാരൻ്റെ പെർഫോമൻസ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത്. ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഒരു ഏച്ച് കെട്ടലായിരുന്നു. ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മൊത്തത്തിൽ ഇടയ്ക്കൊക്കെ പഴയ സിനിമകളുടെ പല ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഓവറായിട്ട് ഇട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ എന്താ പറയുന്നത്, ആളുകളുടെ ഇടയിൽ കൂവൽ കിട്ടിയ ഡയലോഗുകൾ ഈ ഒരു സിനിമയിൽ കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് കൈയടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ റെഫറൻസ് പോലെയാണ് അത് ഓരോ ഇടത്തും പ്ലേസ് ചെയ്തേക്കുന്നത്. എനിക്ക് പക്ഷേ അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഓവറായിട്ടൊരു സിനിമയ്ക്കകത്തിൽ അത് ഇൻജെക്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു ദൃശ്യൻ മോഡൽ ഒരു ഫിലിമാണിത്. പലരും അങ്ങനെ ഇതിൻ്റെ സംവിധായകനും പലരും ഇതൊരു ദൃശ്യം മോഡൽ സിനിമയല്ലെന്ന് വാദിച്ചെങ്കിലും, പക്ഷേ എനിക്ക് മോഹൻലാൽ പറഞ്ഞതിനോട് തന്നെയാണ് യോജിപ്പ്. പുള്ളി കറക്റ്റായിട്ടൊരു വാലിഡ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമ എങ്ങനെയുള്ളൊരു സിനിമ, ഏത് ടൈപ്പ് ഒരു സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. മോഹൻലാലിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് വരുന്ന സിനിമകൾ, നേരത്തെ അങ്ങനെ ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് സിനിമയുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ ഒരു പെർഫോമൻസ് നന്നായിട്ട് വരുമ്പോഴത്തേക്കും ആ സിനിമയുടെ ഒരു ഡയറക്ഷനിൽ മൊത്തത്തിൽ പാളിച്ച വന്ന് വരുമ്പോൾ ആ സിനിമ മോശമായി പോകുന്ന ആലോചിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമമുണ്ട്. ഇതിനകത്തിലെ ഈ സിനിമയ്ക്കകത്തിലെ സോങ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ അതിൻ്റെ കളറിങ്ങും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് നന്നായിട്ടുള്ളത്. അതിലെ എനിക്കൊന്ന് നേരത്തെ സോങ്സ് എല്ലാം നേരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിലെ ഹരിഹരൻ പാടിയ കഥ തുടരുന്നു എന്ന് പറഞ്ഞ സോങ് എന്നും കേൾക്കുന്ന ഒരു സോങ് ആയിരുന്നു. അതുപോലെ തന്നെ MG ശ്രീകുമാർ പാടിയ കൺമണി പൂവി എന്ന് പറഞ്ഞ പാട്ട്, അത് നല്ല, എനിക്ക് പല പാട്ടുകളുടെ ഒരു മിക്സ്ഡായിട്ട് ഒരു ഇതായിട്ട് ഒരു കോപ്പി പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും, സാദൃശ്യപ്പെടുത്തുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ടെങ്കിലും, പക്ഷേ ആ പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനത് മിക്ക ദിവസവും ഇത് കേൾക്കുന്നതായിരുന്നു. ഈ സിനിമ കാണുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ ഈ പാട്ട് കേട്ടിരുന്നു. പക്ഷേ എന്തോ ഈ സിനിമ എനിക്ക് വർക്കായില്ല. പൊതുവേ ഒരു ഏച്ച് കെട്ടൽ, ഒരു സിനിമ മോഹൻലാലിൻ്റെ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പഴയ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മോഹൻലാലിൻ്റെ തന്നെ പല സിനിമകളും യൂസ് ചെയ്യുന്നു, റെഫറൻസ് പോലെ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു മേക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റി, മൊത്തത്തിലൊരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്.